ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയും യമുനയും കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കണം. 3 പേരും കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. കാരണം ആരും ഇതിൽ സഹായിക്കാനില്ല. ജയബാലങ്കളാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായി മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വാശി വരികയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ വീട് തിരിച്ചെടുക്കണം, മുഴുവൻ തുക അടച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗംഗയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള അയർ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ട് പണയം വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ വീട് എടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ആ സ്വർണ്ണങ്ങൾ മുഴുവനും കൊണ്ട് പണയം വെച്ചതിന് ശേഷം, പണയം വിൽക്കുക അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വേഗം തന്നെ അവർ ബാങ്കിലേക്ക് ചെന്നിട്ട് മുഴുവൻ തുക അടയ്ക്കുകയാണ്. പക്ഷെ മുഴുവൻ തുക അടച്ചിട്ടും അവർ ആ ഒരു വീട് തിരിച്ചു കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ കാവേരി അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. മുഴുവൻ തുക അടച്ചിട്ടും വീട് ഞങ്ങൾക്ക് തിരിച്ചു തരില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായം എന്നൊക്കെ ചോദിച്ചിട്ട് കാവേരി ആകെ ദേഷ്യപ്പെടാണ്. ഈ സംഭവമൊക്കെ നരയൻ മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം നരയന് സംഭവങ്ങളൊക്കെ മനസ്സിലാവാണ്. തുക അടച്ചിട്ടും ഇവർക്ക് ആ വീട് കിട്ടുന്നില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ അറിയുമ്പോൾ നരയൻ വേഗം തന്നെ ചെന്നിട്ട് മാനേജറെ കാണുകയാണ്. മാനേജറെ കണ്ടിട്ട് പറയുന്നുണ്ട് അവരുടെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങണം, ആ വീട് അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അപ്പം തന്നെ അയാൾ അതിന് സമ്മതിക്കുകയാണ്. കാരണം അത്രയും ഒരു പവർ നരയൻ ആ ബാങ്കിലുണ്ട്. അങ്ങനെ അവർക്ക് ആ വീട് തിരിച്ചു കിട്ടാണ്. അപ്പോൾ കാവേരി ആണെന്നുണ്ടെങ്കിൽ നരയൻ്റെ പിന്നിൽ കൂടെ ഓടുന്നുണ്ട്. തങ്ങളെ രക്ഷിച്ച ഒരാളാണ് എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് കാവേരിക്ക്.